ഈ ഒരു റേഞ്ച് പ്രൊഡക്റ്റ് ഇപ്പൊ ഞാൻ എൻ്റെ പേര് ജസ്റ്റ് പരിചയപ്പെടുത്താം. പേര് പ്രകാശ്. ഞാനൊരു മെഡിക്കൽ വിങ്ങില് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് എന്ന ഡിപ്പാർട്ട്മെന്റില് സീനിയർ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോ ഒരു വർഷം മുമ്പ് റിട്ടയർ ചെയ്തിട്ട് ഇന്ന് ഫുൾ ടൈം ആയിട്ട് ഞാനിപ്പോ പറയാൻ പോകുന്ന ഈ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. വെൽനസ് ഇൻഡസ്ട്രി പ്രത്യേകം കാരണം നമുക്കറിയാം, അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് സിക്നെസ് ഇൻഡസ്ട്രിയാണ്. അസുഖങ്ങൾ വന്നിട്ട് ചികിത്സിക്കുന്ന ഇൻഡസ്ട്രിയാണ്. വെൽനസ് ഇൻഡസ്ട്രി നേരെ മറിച്ച് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഇൻഡസ്ട്രിയാണ്. അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ മാനേജ് ചെയ്തു പോകാൻ ഈ വെൽനസ് ഇൻഡസ്ട്രിക്ക് സാധിക്കും. ലോകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വലിയ ഒരു വിഭാഗമായിട്ട് ഈ വെൽനസ് ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പോൾസൈൻ പിൽസർ എന്ന വ്യക്തി ഏതാണ്ട് ഒരു 25 വർഷം മുമ്പ് എഴുതിയ ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ പേര് വെൽനസ് റെവല്യൂഷൻ എന്നാണ്. അദ്ദേഹം പറയുന്നുണ്ട്, 21ാം നൂറ്റാണ്ടില് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് ഈ വെൽനസ് ഇൻഡസ്ട്രി മാറുമെന്നും അതിൽ നിന്ന് സാധാരണ നമ്മൾ തീരെ അവഗണിച്ചിരുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങളും അങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അത്ഭുതങ്ങളായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം അദ്ദേഹം ആ ബുക്കിൽ പ്രവചിക്കേണ്ടായിരുന്നു. ഈ സംഭവിച്ചത് അതിനുശേഷം പല പല ഉൽപ്പന്നങ്ങളും അത് ബേസ് ചെയ്തിട്ടുള്ള പച്ചക്കറിയും പഴങ്ങളും ബേസ് ചെയ്തിട്ടുള്ള പല പല ഉൽപ്പന്നങ്ങളും ഇന്ന് മാർക്കറ്റിൽ നിങ്ങൾക്കറിയാം, ആ ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല അസുഖങ്ങൾ വരാതിരിക്കാനും ആ പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ട്. ഉള്ള അസുഖത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന കാര്യമാണ്. ഇപ്പൊ അത് പ്രാവർത്തികമായിട്ട് വരികയാണ്. ശരിക്കും പഠിക്കേണ്ട വിഷയമാണത്. അപ്പൊ എന്താണ് ആ ഇൻഡസ്ട്രി, അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് പാട്ടാകാൻ പറ്റുക? അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ തുറന്നുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് എല്ലാവരും ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഓക്കെ, ഇന്ന് മോദി കെയർ എന്ന കമ്പനി കഴിഞ്ഞ 29 വർഷമായിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ആ 29 വർഷം കൊണ്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള 800-ലധികം ഉൽപ്പന്നങ്ങളുണ്ട്. അതില് വെൽനസ് കാറ്റഗറിയിൽ, ഫുഡ് സപ്ലിമെന്റ് കാറ്റഗറിയിൽ കുറേയധികം ഉൽപ്പന്നങ്ങൾ റീസണായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതിന്റെ 800 ഉൽപ്പന്നങ്ങൾ ഡീൽ ചെയ്യുന്ന കമ്പനി ഇപ്പോ ഇറങ്ങിയിട്ടുള്ള ഈ വെൽനസ് കാറ്റഗറി, ഫുഡ് സപ്ലിമെന്റ് കാറ്റഗറി വിപ്ലവകരമായ ഒരു മൂവ്മെന്റ് ആണ് ഇന്ത്യ ഒട്ടാകെ എത്തിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ, ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ഒരു ഉപഭോക്താവ് എന്ന രീതി പറയാണ്, ഇതൊരു അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ഉണ്ടാക്കുന്നത്. പലർക്കും ഇത് അറിയില്ല, ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയില്ല, എന്താണ് ഈ പ്രൊഡക്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ അത് പഠിക്കാൻ ശ്രമിക്കണം. അപ്പൊ എന്തുകൊണ്ട് ഞാനിപ്പോ പറയാവുന്ന ഉൽപ്പന്നങ്ങള് ഷിഫ്റ്റ് ലൈഫ് എന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഉൽപ്പന്നം മാറാൻ കാരണം വെച്ചാൽ നമുക്ക് അതൊരു കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഓവർ ടു സെഷനിലേക്ക് ഞാൻ എല്ലാവരും ക്ഷണിക്കുകയാണ്. വെൽക്കം. ഷിഫ്റ്റ് ലൈഫ്, ലീവ് കോൺഷ്യസ്ലി. നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അത് എന്താണ് അതിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഇതാണ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്. ആ ഉൽപ്പന്നങ്ങൾ 11 ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്തേക്കണം. 11 ഉൽപ്പന്നങ്ങൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന്റെ റിയാലിറ്റി ചെക്കാണ് ഇനി കാണിക്കുന്നത്. ഓവർ 75% ഓഫ് ഇന്ത്യൻസ് ഡോണ്ട് കൺസ്യൂം ദ മിനിമം റെക്കമെൻഡ് ഇൻടേക്ക് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡെയിലി. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സാധാരണ ഒരു വ്യക്തി ആരും ആയിക്കോട്ടെ, അവര് ഓരോ ഇന്ത്യക്കാരും അവര് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള, ലോകാരോഗ്യ നിർദ്ദേശിച്ചിട്ടുള്ള പച്ചക്കറിയും പഴങ്ങളും 75% ഇന്ത്യക്കാരും അത് പാലിക്കാറില്ല. അടുത്ത പോയിന്റ്, 91% ഇന്ത്യക്കാരും ഡു നോട്ട് മീറ്റ് ദ റെക്കമെൻഡ് ഡെയിലി ഗ്രീൻസ് ഇൻടേക്ക്. ഇലക്കറികൾ അടങ്ങുന്ന ഭക്ഷണം കഴിക്കണമെന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 91% ആൾക്കാരും അത് ഉപയോഗിക്കാറില്ല. അടുത്തൊരു പോയിന്റ് പറഞ്ഞേക്കുന്നത് പ്രോസസ്ഡ് ഫുഡ്സ്. അതിൽ നമ്മൾ പലപ്പോഴും മിടുക്കന്മാരാണ്. വറുത്തതും പൊരിച്ചുമായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് മുഴുവൻ അങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ മതി.
അവർക്ക് ഇത് പറഞ്ഞാൽ അവർ നമ്മളെ വഴക്ക് പറയും. ആരും കുറ്റപ്പെട്ട് കാര്യമില്ല. കാലഘട്ടത്തിൽ മാറി ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കാൻ തുടങ്ങി. കാർബോഹൈഡ്രേറ്റ്സ്, റിഫൈൻഡ് കാർബ്സ് മേക്കപ്പ് മോർ ദാൻ 50% ഓഫ് ദ ആവറേജ് അർബൻ ഡയറ്റ്. അർബൻ ഡയറ്റിനകത്ത് 50% അതിലേക്ക് തിരിഞ്ഞു. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ഫുഡ് ഓർ ലൈഫ് സ്റ്റൈൽ സ്ട്രെസ് ലീഡ്സ് ടു, അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന രീതികളും ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ രീതികളും ജീവിതശൈലിയൊക്കെ ആ ടെൻഷനൊക്കെ അവരെ ഒരു അസിഡിക് ഇന്റേണൽ എൻവയോൺമെന്റ്, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അസിഡിക് ഇന്റേണൽ, നമ്മുടെ അകത്തുള്ള എൻവയോൺമെന്റ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഭാഗത്ത് അസിഡിക് ഇന്റേണൽ എൻവയോൺമെന്റ് വന്നേക്കാണ്. അസിഡിക് ആയിട്ട് മാറുന്നു. വീക്കനിങ് യുവർ ഇമ്മ്യൂണിറ്റി. അതുകൊണ്ട് നിങ്ങളുടെ പ്രതിരോധ ശക്തി വീക്കൻ ചെയ്യുന്നു. നമ്മുടെ ബോഡി രക്തം ഉണ്ടാക്കിയിരിക്കുന്നത് ആൽക്കലി ആയിട്ടാണ്. ശരീരം ആൽക്കലിയാണ് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ പുറത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളവും അതുപോലെ കഴിക്കുന്ന ഭക്ഷണവും ബഹുഭൂരിപക്ഷവും അസിഡിക്കാണ്. അസിഡിക് കഴിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ബോഡി ഒരുപാട് വർക്കൗട്ട് ചെയ്യേണ്ടി വരുന്നു. നിരവധി ടോക്സിൻ ഘടകങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയാണ്. ദെൻ മോഡേൺ കുക്കിംഗ് മെത്തേഡ്സ് ഡിസ്ട്രോയ് അപ് ടു 50% ഓഫ് ദ നാച്ചുറൽ എൻസൈംസ് ആൻഡ് വിറ്റമിൻസ്. ആധുനിക കുക്കിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്ട്രോയ് അപ് ടു 50% ഓഫ് നാച്ചുറൽ എൻസൈംസ്. നമ്മുടെ ശരീരത്തിനകത്തുള്ള സ്വമേധ ഉണ്ടാകുന്ന എൻസൈംസും വിറ്റമിൻസും നശിച്ചു പോവുകയാണ്. അപ്പോ ആസ് എ റിസൾട്ട് വി മിസ് ഔട്ട് ആൻ എസെൻഷ്യൽ ഗ്രീൻസ്, ലീവിംഗ് ദ ബോഡി ഇംബാലൻസ്ഡ് ആൻഡ് അണ്ടർ നറിഷ്ഡ്. നമുക്ക് വേണ്ട പോഷകങ്ങളൊന്നും കിട്ടാതെ ഒരു അണ്ടർ നറിഷ്ഡായിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും നമ്മൾ കഴിക്കാൻ പറ്റാതെ പോകുന്നു, മിസ്സായി പോകുന്നു. ഇതാണ് നമ്മള് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക്, ഹിപ്പ് ലൈഫ് സൂപ്പർ ഗ്രീൻസിലേക്ക് എത്താൻ സഹായിക്കുന്നു. ബാലൻസ് സ്റ്റാർട്ട്സ് ഫ്രം വിത്തിൻ. ഇൻസ്റ്റന്റ് മിക്സ് പൗഡർ. ഈ പ്രൊഡക്റ്റ് ജസ്റ്റ് ശ്രദ്ധിക്കുക, എല്ലാവരും വാച്ച് ചെയ്യുക. ഇൻസ്റ്റന്റ് മിക്സ് പൗഡർ വിത്ത് ഗ്രീൻസ്, സൂപ്പർ ഫുഡ്സ്, ഫ്രൂട്ട്സ്, വെജീസ്, ഹെർബ്സ് ആൻഡ് പ്രോബയോട്ടിക്സ്. ഇതിന്റെയൊക്കെ ഒരു ബാലൻസ് നമുക്ക് സാധാരണയില് എങ്ങും കാണാൻ സാധിക്കാത്ത അതിന്റെ ഉറവിടമായിട്ട് ഈ ഒരു സൂപ്പർ ഗ്രീൻസ് മാറുകയാണ്. നമുക്ക് വാച്ച് ചെയ്യാം. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താ വരുന്നത്? ഇതിനകത്ത് 6 ആൽക്കലൈസിങ് ഗ്രീൻസ് എന്ന് തടങ്ങിയിട്ടുണ്ട്. കഴിക്കുന്ന ഫുഡിനെ അസിഡിക് ആയിട്ടുള്ള ആ നാച്ചുറൽ മാറ്റാൻ ആവശ്യമായിട്ടുള്ള 6 ആൽക്കലൈസിങ് ഗ്രീൻസ്, അങ്ങനത്തെയുള്ള ഇലക്കറികൾ. ദെൻ 10 ഫ്രൂട്ട്സ് ആൻഡ് വെജീസ്, അടുത്ത് അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. 11 സ്ട്രെയിൻ പ്രോബയോട്ടിക്സ് പ്ലാന്റ് 20 ബില്യൺ CFU. അത്തരത്തിലുള്ള നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള അണുക്കളുടെ ഒരു വലിയ സഞ്ചയമാണ് ഈ 20 ബില്യൺ CFU. അപ്പൊ അങ്ങനത്തെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ, ബാക്ടീരിയയുടെ ആ ഒരു ക്രൗഡ് നമ്മുടെ ശരീരത്തിലേക്ക് തരാൻ പറ്റിയ ഉൽപ്പന്നങ്ങൾ വേറെ. ദെൻ 12 ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. നമുക്ക് ശരീരത്തിൽ നിന്ന് കിട്ടുന്ന പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. അതിനകത്ത് പ്രത്യേക കളറോ ഒന്നും അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അസാധാരണമായിട്ട് ഒന്നും ഇനത്തില്ല. നമുക്ക് ബോഡിക്ക് വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോർമേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോ നോ GMO, പ്രിസർവേറ്റീവ് ഫ്രീ, ഡെയറി ആൻഡ് സോയ് ഫ്രീ, ഇതൊന്നും അടങ്ങാത്ത ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഉൽപ്പന്നം. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് തന്നേക്കുന്ന ഈ സൂപ്പർ ഗ്രീൻസ് പറഞ്ഞ ഉൽപ്പന്നം. ഇതിന് സൂപ്പർ ഗ്രീൻസിന് അതിന്റെ ഒരു മിക്സ് പൗഡർ ആണ്. ആ മിക്സ് പൗഡറിന്റെ ബെനിഫിറ്റ് വളരെ വളരെ ആകർഷണീയമാണ്. 40 സൂപ്പർ ഇൻഗ്രീഡിയൻസ് അതിനകത്തുണ്ട്. സപ്പോർട്ട്സ് ഡീറ്റോക്സ് ആൻഡ് ഡൈജഷൻ. നമ്മുടെ ശരീരത്തിന്റെ വിഷാംശങ്ങൾ പുറന്തള്ളുന്നു, ദഹന പ്രക്രിയ കറക്റ്റ് തരുന്നു. ദെൻ ആൽക്കലൈസിങ് ആൻഡ് ന്യൂട്രിയൻ ഡെൻസ്. നമുക്ക് ശരീരത്തിനകത്തുള്ള അസിഡിക് കണ്ടീഷനെ മാറ്റിയിട്ട് അത് ആൽക്കലിയാക്കി തരുന്നു. ആ ന്യൂട്രിയൻ ഡെൻസ് നമുക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഹെൽപ്സ് ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് എനർജി. നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു, നമ്മുടെ ഊർജ്ജം വർദ്ധിപ്പിക്കുന്നു, നമ്മളെ നല്ല എനർജറ്റിക് ആവുന്നു. ഹെൽപ്സ് എൻഹാൻസ് സ്കിൻ. അതോടുകൂടി നമ്മുടെ സ്കിന്നിനെ എൻഹാൻസ് സ്കിൻ, ഐ ആൻഡ് ഹാർട്ട് ഹെൽത്ത്. ഹൃദയത്തിന്റെ ആരോഗ്യത്തെ നന്നാക്കി തരുന്നു, കണ്ണിന്റെ കാഴ്ചശക്തി ബെറ്റർ ആക്കി തരുന്നു, സ്കിന്നിനെ ശക്തിയാക്കി തരുന്നു. പ്ലാന്റ് ബേസ്ഡ്, എല്ലാം വെജിറ്റേറിയൻ ആണ്, അലർജി ഫ്രീ ആയിട്ടുള്ള ന്യൂട്രീഷൻ ആണ്. ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മളെ സൂപ്പർ ഗ്രീൻസ് വരുന്നത്. ഇതിന്റെ കണ്ടൻസ്
നിരവധി ഇൻഗ്രീഡിയൻസ് അതിനകത്തുള്ളത്. FOS, ഫ്രക്ടോ ഒലിഗോസാക്കറൈഡ്സ്. ഇത് കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു, ആ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. സ്പൈറൽ പൗഡർ, ഇതൊരു അത്ര സൂപ്പർ സംഭവമാണ്. എനർജി ബൂസ്റ്റ് ചെയ്യുന്നു, പ്രതിരോധ ശക്തി കൂടുന്നു. ഇത് നല്ല ശുദ്ധജല ദ്രാവകത്തിലെ പായലാണ്. ആ പായലിൽ നിന്ന് എക്സ്ട്രാക്ട് ആണ് സ്പൈറനില. ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ്. എല്ലാ പ്രോട്ടീൻസും വിറ്റമിൻസും ഉള്ള സാധനമാണ്. ഒപ്പം ഡീറ്റോക്സ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തത് ഫ്രൂട്ട് പൗഡേഴ്സ്. അത് പൊമഗ്രാനേറ്റിന്റെയും ലെമണിന്റെയും അസ്ട്രോളജിയുടെയും ഫ്രൂട്ട് പൗഡറാണ്. അത് വിറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് കാരണം നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കും, ഇപ്പൊ വാങ്ങിച്ച് കഴിച്ചാൽ കൊള്ളുന്നുണ്ട്. അതാണ് അവസ്ഥ. സ്കിൻ. ദെൻ സ്പിനാച്ച് ലീഫ് പൗഡർ, ചീരയുടെ പൗഡർ, അതൊക്കെ കേട്ടറിവുണ്ടാവും. അത് ലഭിക്കുന്നു. ഹെൽപ്പ് ഇൻ പ്രൊവൈഡിങ് അയൺ ആൻഡ് ക്ലോറോഫിൽ. നമുക്ക് അയണും ക്ലോറോഫിലും ശരീരത്തിൽ നൽകുന്നു. എന്തിനു വേണ്ടിയാണ്? ഡീറ്റോക്സ് ചെയ്യാനും നമ്മുടെ വൈറ്റാലിറ്റിക്കും വേണ്ടിയാണ്. ദെൻ അഞ്ചാമത്തത് ക്ലോറല്ല പൗഡർ. ഇത് ചെയ്യുന്ന നമുക്ക് ശരീരത്തിന്റെ ഹെവി മെറ്റൽസിന്റെ ഡീറ്റോക്സ് ചെയ്ത് മാറ്റിത്തരുന്നു. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഫംഗ്ഷൻ, നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിച്ചു തരുന്നു. ആറാമത് ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ആണ്. ഇത് പറയേണ്ട ആവശ്യമില്ല, ഗ്രീൻ ടീ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിസം റെഡിയാക്കി തരുന്നു. നമുക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നു. പിന്നെ പൈനാപ്പിൾ എക്സ്ട്രാക്ട്, ഇത് ചെയ്യുന്നത് ദഹന പ്രക്രിയ സുഗമാക്കി തരുന്നു. നമുക്ക് വയറിന്റെ സ്തംഭനാവസ്ഥയൊക്കെ മാറ്റിത്തരുന്നു. അതിനകത്ത് ബ്രോമലൈറ്റിനും ആടിയിട്ടുണ്ട്. ദെൻ ബാർലി ഗ്രീൻ ഗ്രാസ് എക്സ്ട്രാക്ട്, ഇത് ഒരു സൂപ്പർ സംഭവം ഇതിനകത്ത് വരുന്നത് നമ്മുടെ ശരീരത്തിനെ ആൽക്കലൈസ് ചെയ്തിരുന്നു. ഉണ്ടാ, നമുക്ക് അസിഡിക് കണ്ടീഷൻ മാറ്റി ആൽക്കലൈസ് ചെയ്ത സാധനം ഈ പ്രധാനമായിട്ടും ബാർലി ഗ്രാസ് പൗഡറാണ്. പിന്നെ ബ്ലൂബെറി ഫ്രൂട്ട് പൗഡർ, ഇത് ബ്രെയിനിന് വേണ്ട എല്ലാവിധ പിന്തുണ നൽകുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു. അങ്ങനത്തെ ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ് ബ്ലൂബെറി എന്ന് പറയുന്നത്. ദെൻ പ്രോബയോട്ടിക് ബ്ലെൻഡ്, ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റാക്കിയാലേ വയറ് കുടലിൽ ശരിയായാൽ മാത്രമേ നമ്മുടെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയാവുള്ളൂ. കുടൽ നന്നായാൽ ഉടൽ നന്നാന്ന് പറയുന്നു. ആ കാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാന പ്രോബയോട്ടിക് ബ്ലെൻഡ്. ഇമ്മ്യൂണിറ്റി ആൻഡ് ഗട്ട് ഫ്ലോറൽ ബാലൻസ്, നമ്മുടെ കുടലിനകത്തൊരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ്ങിന്റെ ബാലൻസ് കീപ്പ് ചെയ്യണ കാര്യങ്ങളെല്ലാം ഈ പ്രോബയോട്ടിക് ബ്ലെൻഡ് ചെയ്തിരുന്നു. പണ്ട് പറയാറുണ്ട്, തൈര് മോരൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം പറയാറുണ്ട്. ഇവിടെ ആ ഒരു പ്രാധാന്യം നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ദെൻ ആൽഫാൽഫ എക്സ്ട്രാക്ട്, ഇത് ശരീരത്തിന്റെ ഡീടോക്സിഫൈ ചെയ്യാൻ, ശരീരത്തിൽ നിന്നുള്ള വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും സപ്പോർട്ട്സ് ലിവർ ആൻഡ് ജനറൽ വെൽനസ്. നമുക്ക് നമ്മുടെ ലിവറാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരേ ഒരു അവയവം ശരീരത്തിന്റെ വിഷാംശങ്ങൾ മുഴുവൻ നീക്കം ചെയ്യുന്നു. ആ ലിവറിന്റെ ഡീടോക്സിഫൈ കപ്പാസിറ്റിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് ആൽഫാൽഫ എക്സ്ട്രാക്ട് ആൻഡ് ജനറൽ വെൽനസ്. പൊതുവെയുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുന്നു. ടൊമാറ്റോ ഫ്രൂട്ട് പൗഡർ, എന്ത് രസമാണെന്ന് നോക്കി ഈ ഉൽപ്പന്നങ്ങളെ ആ ശ്രേണിയാണ് നോക്കി. അത് നമ്മുടെ സ്കിന്നിനും ഹാർട്ടിനും ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നമാണ് ടൊമാറ്റോ ഫ്രൂട്ട്. അതിന്റെ ലൈക്കോപ്പീൻ ആണ് അതിന്റെ മെയിൻ ഘടകം. പിന്നെ 13ാമത്തെ അശ്വഗന്ധ എക്സ്ട്രാക്ട്, ഇത് പറയേണ്ട ആവശ്യമില്ല, ടെൻഷൻ കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് നല്ല എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനും നമ്മുടെ എനർജി ലെവലൊക്കെ കൂട്ടാനും അത് സഹായിക്കുന്നു. ഇത് 13 ഐറ്റം കൂടാതെ മൊത്തം 25 ഐറ്റം ഉണ്ട്. ഇനി കിടക്കുന്നു ബാക്കി 12 ഐറ്റം. അതിനകത്ത് വീറ്റ് ജെം ചെയ്യുന്നത് സ്കിന്ന് ഹാർട്ട് ഹെൽത്തിനെയും വിറ്റമിൻ ഇയുടെ സഹായത്തോടുകൂടി അത് ക്ലിയർ ചെയ്തിരുന്നു. ദെൻ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നമ്മുടെ സർക്കുലേഷൻ, രക്തത്തിന്റെ ചംക്രമണം കറക്റ്റാക്കി തരുന്നു. ആൻഡ് പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ഫ്രീ റാഡിക്കൽസ്. ഈ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി കൊണ്ടാണ് നമുക്ക് ശരീരത്തിനകത്ത് ഓക്സിഡേഷൻ എന്ന കാര്യം സംഭവിക്കുന്നത്. അതിനെതിരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്. ഇത് നമ്മുടെ മുന്തിരിയുടെ കുരു എന്നൊക്കെ പറയില്ലേ, അത് വേറൊരു വലിയ വെർഷനാണ് ഈ പറഞ്ഞത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റ് കഴിയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്. ദെൻ ബിൽബറി എക്സ്ട്രാക്ട്, ഇതും സൂപ്പർ ആന്റി ഓക്സിഡന്റ് ആണ്. ഇതും കണ്ണിന്റെ കാഴ്ചശക്തിനെയും നമുക്ക് ഓരോ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ആ ഹെൽത്തിനെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ദെൻ വിറ്റമിൻ സി, അസ്കോർബിക് ആസിഡ്, ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. കൊളാജൻ പ്രൊഡക്ഷൻ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ്. ദെൻ അടുത്ത് ജിങ്കോ ബൈലോബ എക്സ്ട്രാക്ട്, ഇത് നമ്മുടെ മെമ്മറി കൂട്ടാൻ, നമുക്ക് മെമ്മറി ഇപ്പൊ എപ്പോഴും പറയാറില്ല, എനിക്ക് എന്റെ ഓർമ്മയൊക്കെ കുറയുന്നു പറയില്ലേ, അപ്പൊ അതിന് മെമ്മറി ബൂസ്റ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റാണ് അതിനകത്തുള്ള ജിങ്കോ ബൈലോബ. പിന്നെ ബ്രെഡിന്റെ സർക്കുലേഷൻ കറക്റ്റാക്കി തരുന്നു.
നമുക്ക് എന്ത് കാര്യം ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് ഓരോ കാര്യം ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നു. നമുക്ക് ശ്രദ്ധ വിട്ടുപോകണമെന്ന് പറയില്ലേ, അവർക്ക് ഈ പ്രൊഡക്റ്റ് കഴിച്ചാൽ അവരുടെ ശ്രദ്ധയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ദെൻ മിൽക്ക് തിസിൽ എക്സ്ട്രാക്ട്, ഇതും ശരീരത്തിന്റെ വിഷാംശങ്ങൾ നീക്കാൻ സഹായിക്കുന്ന, ലിവറിനെ നാച്ചുറൽ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ്. ദെൻ ഡെൻഡലിയൻ റൂട്ട് എക്സ്ട്രാക്ട്, ഇത് ദഹനത്തിന് സഹായിക്കുന്നു. വാട്ടർ റിട്ടൻഷൻ, ശരീരത്തിലെ വെള്ളത്തിന്റെ അവസ്ഥ നിലനിർത്തി തരാൻ സഹായിക്കുന്ന ഉൽപ്പന്നമാണ്. കോ എൻസൈം ക്യൂട്ടൻ, ഇത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഹാർട്ടിന്റെ ഘടത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു എൻസൈമാണിത്. പിന്നെ സെല്ലുലാർ എനർജി, കോശങ്ങളുടെ എനർജീനെ സംരക്ഷിക്കുന്നു. ദെൻ ബീറ്റ്റൂട്ട് എക്സ്ട്രാക്ട്, ഇത് ഹെൽപ്സ് ഇംപ്രൂവ് സ്റ്റാമിന ആൻഡ് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ സഹായിക്കുന്നു, സ്റ്റാമിന കൂട്ടാൻ സഹായിക്കുന്നു. അതൊക്കെ നാച്ചുറൽ സംഗതികളാണ്. ദെൻ റിസ്വറേട്രോൾ, ഇത് ഹാർട്ട് ഹെൽത്തിന് ഏറ്റവും ആവശ്യമാണ്. നമുക്ക് പ്രായം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് കേട്ടപ്പോൾ ചിലർക്ക് ചാടി വീഴും, പ്രായം കുറയ്ക്കും, എന്നൊക്കെ ചെയ്ത് നോക്കാം. അങ്ങനത്തെ സഹായിക്കുന്ന ഉടനാണ് റെസ്പിറേറ്ററോൾ. ദെൻ ലൂട്ടീൻ, സീസാന്തീൻ ആൻഡ് അസതാന്തീൻ, ഇത് കണ്ണിന്റെ കാഴ്ചശക്തി വെട്ടാക്കി തരുന്നു. എക്സ്പെഷ്യലി ഈ ബ്ലൂ ലൈറ്റിൽ നിന്നൊക്കെ കണ്ണിനെ, അങ്ങനെ ബ്ലൂ ലൈറ്റിൽ നിൽക്കുമ്പോൾ കണ്ണിന് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്, അതിനെ സംരക്ഷിക്കുന്ന ഒരു മെയിൻ ഘടകമാണത്. then പപ്പായ എക്സ്ട്രാക്ട്, തീർച്ചയായിട്ടും നമ്മുടെ ദഹനത്തിന് ഏറ്റവും സഹായിക്കും. നല്ല സ്കിന്നൊക്കെ സ്മൂത്ത് ആകാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റ്. ഒന്ന് ആലോചിക്കുക, ഒരു പ്രൊഡക്റ്റിനകത്തുള്ള 25 കണ്ടൻസ് ആണ്. ഇതൊരു സൂപ്പർ ഗ്രീൻ ഒരു എക്സ്ട്രാ ഓർഡിനറി നമ്മുടെ മാർക്കറ്റിൽ മുഴുവൻ 11 പ്രൊഡക്റ്റ് ഒരെണ്ണം ഞാൻ പറഞ്ഞു കണ്ടാ. തീർച്ചയായിട്ടും നമ്മളിത് പഠിച്ചെടുക്കേണ്ടത് ആവശ്യവും. ഇത് മനസ്സിലാക്കി തന്നെ പോകണം. ഇതിന്റെ MRP വരുന്നത് 2400 രൂപയാണ്. DP വരുന്നത് 1800 രൂപയാണ്. PV വരുന്നത് 33.33 PV ആണ്. ഇതെങ്ങനെ ഉപയോഗിക്കണം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു സ്കൂപ്പ് ഏതാണ്ട് 10 ഗ്രാം ഉണ്ടാവും. 250 ml വെള്ളത്തിനകത്ത്, ഇത് സാധാരണ അധികം ഐസ് വെച്ച വെള്ളമല്ല, സാധാരണ തണുത്ത വെള്ളത്തിനകത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കഴിക്കാം. ഒരു സ്കൂപ്പ്, ഒരു സെർവിങ് മതി. ഒരു സെർവിങ് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ബെറി ബ്ലാസ്റ്റിന്റെ ഫ്ലേവറിലാണ് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. നമുക്ക് ഒന്നുമില്ല ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാം, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. ഭക്ഷണത്തിനൊപ്പം നമുക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. പ്രൊഡക്റ്റ് എപ്പോഴും 250 ഗ്രാമിന്റെ പാക്കാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഒരു പഠിക്കേണ്ട പ്രൊഡക്റ്റാണ്. ശരിക്കും ഒന്ന് നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. സോ ശരിക്കും സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, പെട്ടെന്ന് ചോദിക്കാൻ നിങ്ങൾ സമയം ചോദിക്കാം, ഇല്ല നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകാം. ഓക്കെ, ഇതൊരു ലൈവ് സെഷനാണ്. ഇത് നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇത് അടുത്തൊരു ഈ ഒരു പ്രൊഡക്റ്റോട് ഞാൻ പറയുന്നുള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഇത് കൊളാജനാണ്. കൊളാജൻ നമ്മുടെ ശരീരത്തിനകത്ത് എത്ര പ്രോട്ടീൻ ഉണ്ടോ, പ്രോട്ടീന്റെ 1/3 ഭാഗവും ഈ ഒരു പ്രോട്ടീനാണ്. ഇത് ശരിക്കും ഒരു ബയോളജിക്കൽ ഗ്ലൂ ആണ്. നമ്മളെ ഒന്നിച്ചു നിർത്തുന്ന സംഗതി. അത് മസിൽസിനെയും എല്ലുകളെയും ടെൻഡൻസിനെയും ലിഗ്മെന്റ്സിനെയും നമ്മുടെ ഓർഗൻസിനെയും സ്കിന്നിനെയൊക്കെ ഒന്നിച്ചു നിർത്തുന്ന ഒരു ഗ്ലൂ ആണത്. എന്താ പ്രത്യേകം അറിയും, ഇതില്ലെങ്കിൽ നമുക്ക് ശരീരം ഒന്നും ചെയ്യാൻ പറ്റും. ശരീരം മൊത്തം സ്തംഭനാവസ്ഥ എത്തും. അങ്ങനത്തെ പ്രൊഡക്റ്റാണ് ഇത്. ഒരു ഫൈബ്രസ് പ്രോട്ടീനാണ്. നമുക്ക് രൂപഘടന നൽകുന്നത്, ഒരു വ്യക്തിക്കുള്ള അവരുടെ ഷേപ്പ് തരുന്ന പ്രൊഡക്റ്റാണ് ഈ കൊളാജൻ എന്ന് പറയുന്നത്. ഏറ്റവും ശരീരത്തിലുള്ള മാമൽസിനകത്ത് ഏറ്റവും കൂടുതൽ ശരീരത്തിൽ കാണുന്ന 1/3 ഓഫ് ടോട്ടൽ പ്രോട്ടീനകത്തും ഈ കൊളാജനുള്ളത്. അല്ലെ ട്രൈ വെയിറ്റ് ഓഫ് സ്കിൻ നോക്കുകയാണെങ്കിൽ ആ സ്കിന്നിന്റെ വെയിറ്റിനകത്ത് 70-80% കൊളാജനാണ്. അപ്പോൾ കൊളാജൻ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇതെന്തുകൊണ്ട് ഇത്ര മാറ്റർ ആണെന്ന് ചോദിച്ചാല്, ഇത്ര ഡിമാൻഡ് ആകാൻ കാരണം വെച്ചാല് ഇത് നമ്മുടെ ബോഡിയുടെ ഫ്രെയിം വർക്കാണ്. ഹ്യൂമൻ ബോഡി ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഷേപ്പ് കാണിക്കുന്ന ഈ കൊളാജനില്ല. അതിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്കിന്നെ സംബന്ധിച്ചോളം സ്കിന്നിനെ നല്ല ഫെയമാണ് നിർത്തുന്നതും നല്ല യൂത്ത്ഫുൾ ആയിട്ട് നിർത്തുന്നതും കൊളാജനാണ്. കൊളാജൻ നഷ്ടപ്പെട്ട സ്കിൻ വളരെ റഫായിട്ട് മാറും. മുടിയും നഖവും അതിനെ ശക്തം ചെയ്യുന്നതും അതിനെ പൊട്ടാതെ നോക്കുന്നതും കൊളാജനാണ്. കൊളാജൻ നഷ്ടപ്പെട്ട മുടി കൊഴിച്ചിൽ കൂടും, നഖം പൊട്ടലുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ലക്ഷണം കാണിക്കാൻ വേണ്ടി കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം. ദെൻ ജോയിന്റ്സ് ആൻഡ് ലിഗ്മെന്റ്സ്, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മൂവ്മെന്റിന് സഹായിക്കുന്നത് നമ്മുടെ ജോയിന്റ്സ് ആണ്. മുട്ടിന്റെ കാല്,
കൈയുടെ മുട്ട്, കാലിന്റെ മുട്ട്, നടുക്, കഴുത്തിന്റെ കശരികൾ, ഇതെല്ലാം ആ ജോയിന്റ്സിനും മുഴുവൻ ലിഗ്മെന്റ്സും മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു കൊളാജനാണ്. ബോൺസ് ആൻഡ് മസിൽസ്, എല്ലാ എല്ലുകളും മസിൽസുകളും അതിന് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് കൊളാജൻ കൊണ്ടാണ്. പെട്ടെന്ന് പറയണമെങ്കിൽ ഏജിങ് ഡിപ്ലീറ്റ്സ് ദ നാച്ചുറൽ കൊളാജൻ ഇൻ ബോത്ത് മെൻ ആൻഡ് വുമൺ. ഇത് ഒരു വലിയൊരു സംഭവമാണ് പറയുന്നത്. റിസൾട്ടിങ് ഇൻ റിങ്കിൾസ് ആൻഡ് ഫൈൻ ലൈൻസ്, നമുക്ക് ചുളിവുണ്ടാവുന്നതും ചെറിയ ചെറിയ വര പോലെ ശരീരത്തില് സ്കിന്നിലൊക്കെ വരുന്നതും മുഖത്തൊക്കെ വരുന്നതും, പ്രായം കൂടിയുമ്പോൾ സാഗിങ് ഒക്കെ വരുമ്പോഴും ഡൾനെസ് വരിക. ഫിലിം സ്റ്റാർസ് ഒക്കെ, ഞാൻ പേര് പറയണില്ല, ഫിലിം സ്റ്റാർസ് ഒക്കെ ഈ കൊളാജൻ ഇഞ്ചക്ട് ചെയ്ത് വെച്ചാണ് ഒരു, അത് സിന്തറ്റിക് ആണ്, നാച്ചുറൽ അല്ല. ഇത് നാച്ചുറൽ കൊളാജനെ കൂടി സംസാരിക്കുന്നത്. മുടി തിൻ ചെയ്യുന്നതും പൊട്ടിപ്പോകുന്നതും ജോയിന്റിന്റെ പ്രശ്നം വരുന്നതൊക്കെ കൊളാജന്റെ പ്രശ്നമാണ്. ഇതൊരു പോയിന്റ് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. 25 വയസ്സ് കഴിഞ്ഞ ശേഷം ഈ കൊളാജന്റെ ലെവലില് പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങും. ഓരോ വർഷവും 1.5% എല്ലാ വർഷവും നഷ്ടപ്പെടും. അപ്പൊ 25 വയസ്സ് ശേഷമാണ് ഇതിന്റെ പ്രശ്നം ആൾക്കാർ മനസ്സിലാക്കുന്നത്. 40 വയസ്സ് എത്തുമ്പോൾ 30% കൊളാജനും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നാച്ചുറൽ കൊളാജൻ മുഴുവൻ പോകും. അപ്പൊ പിന്നെ അടുത്ത കാര്യം, നമുക്ക് പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന സ്ട്രെസ്, എൻവയോൺമെന്റൽ സ്ട്രെസ്, പ്രകൃതിയിൽ ക്ലൈമറ്റ് ചേഞ്ചും, മോശമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും, എപ്പോഴും ഈ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ വറുത്തതും പൊരിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നതും, അസിഡിക് അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളം കുടിക്കുന്നതൊക്കെ ബാധിക്കും. ആ ലൈഫ് സ്റ്റൈൽ ചോയ്സസ് ഇതിനെ, ഈ കൊളാജന്റെ ഗുണത്തെ നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. എല്ലാ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സപ്ലിമെന്റ്സും ആനിമൽ ഡിറൈവേഡ് ആണ്. അവിടെയാണ് നമ്മുടെ ഈ വെജ് കൊളാജന്റെ മേന്മ നമ്മൾ തിരിച്ചറിയേണ്ടത്. അത്ര വലിയ സംഭവം മാറാൻ കാരണം ഈ ഒരു വെജ് കൊളാജനാണ്. അതായത് എഴുതിയിരുന്നത് ഇൻസ്റ്റന്റ് മിക്സ് പൗഡർ വിത്ത് ഗ്രീൻസ്, സൂപ്പർ ഫുഡ്സ്, ഫ്രൂട്ട്സ്, വെജീസ് ആൻഡ് ഹെർബ്സ് ആൻഡ് പ്രോബയോട്ടിക്സ്. ക്രുവാലിറ്റി ഫ്രീ, മൃഗങ്ങളിൽ നിന്നും എടുക്കുന്നില്ല, എല്ലാ സസ്യങ്ങളിലും. പ്ലാന്റ് ബേസ്ഡ് സൊല്യൂഷൻ, പ്ലാന്റ് ബേസ്ഡ് ആണ്. ബൈ വെജിറ്റബിൾ കൊളാജൻ പെപ്റ്റൈഡ്സും, ഗ്ലൂട്ടാതയോൺ, റിസ്വററ്റോൾ, വിറ്റമിൻ സി ആൻഡ് ഇ, ഇതാണ് ഫോർമേഷൻ. അപ്പൊ ഒരു വെജിറ്റേറിയൻ ആണ്, ബോഡിക്ക് നാച്ചുറലായിട്ട് കൊളാജൻ കിട്ടിയൊരു അവസരമാണ് മോദിക്കർ കമ്പനി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇത് ശാസ്ത്രീയമാണ് നിർമ്മിച്ചാണ്. ടൈപ്പ് 1, ടൈപ്പ് 3 കൊളാജനാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. ദ പവർഫുൾ ബ്ലെൻഡ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഹെൽപ്പ് സപ്പോർട്ട്സ് ഡിലേ ഇൻ സയൻസ് ഓഫ് പ്രീമച്വർ ഏജിങ്. പ്രായമാകാതെ സ്കിൻ ഡാമേജ് ആവുന്ന പ്രക്രിയ മുഴുവൻ മാറ്റിത്തരുന്നു. ഇത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. നമുക്കിനി ഇൻഗ്രീഡിയൻസ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾ കൊളാജൻ പെപ്റ്റൈഡ്സ്, വെജ് കോൾ എന്ന് പറയും, 8 ആഴ്ച ഉപയോഗിച്ച ശേഷം നടത്തിയ പഠനങ്ങളിൽ ഇതിന് ഈ പറഞ്ഞ ഇംപ്രൂവ്മെന്റ്സ് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 50% റിങ്കിൾസ് കുറഞ്ഞാട് കണ്ടുണ്ടാ. ഇത് ഉപയോഗിച്ച ശേഷം 8 ആഴ്ച കൊണ്ട് 50% ചുളിവുകളൊക്കെ മാറി കിട്ടി. ദെൻ 36% സ്കിന്റെ വിസ്കോ എലാസ്റ്റിറ്റി, സ്കിന്നിങ്ങനെ വലിക്കുമ്പോൾ തിരിച്ച് അതേപോലെ എത്തണില്ല, അങ്ങനെ തൂങ്ങി തുടങ്ങി വെച്ചു. ആ എലാസ്റ്റിറ്റി പോണ ആ പ്രത്യേകം മാറി 36% ക്ലിയറായി. 155% സ്കിന്നിന് തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര റഫായിരുന്നു. ആ റഫ് വളരെ റഫ്നെസ് മുഴുവൻ മാറി കിട്ടി. 36% സ്കിന്ന് സ്മൂത്ത്നെസ് ബെറ്ററായി കിട്ടി. 40% മുടി പൊഴിച്ചിലും മാറി. ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് 8 ആഴ്ചയായിട്ട് റിസൾട്ടാ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴത്തേ നമുക്ക് എന്തൊരു ആവേശം നോക്കി. അത്രയും വലിയ ശക്തമായ ഒരു പ്രൊഡക്റ്റാണ് ഇറങ്ങിയേക്കുന്നത്. 26% ഇംപ്രൂവ്മെന്റ് ഇൻ ഹെയർ തിക്നെസ്, മുടിയുടെ തിക്നെസ് കൂടുന്നത് 26% കൂടി. ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു അമേസിങ് പ്രൊഡക്റ്റാണ് നമുക്ക് വന്നേക്കുന്നത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കുക. വെജ് കൊളാജൻ പെപ്റ്റൈഡ്സ്, പ്ലാന്റ് ബേസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഗുണം നമുക്ക് കിട്ടും. മറ്റുള്ള അനിമൽ കൊളാജൻ ഉപയോഗിക്കുന്ന പോലെയല്ല. നമ്മുടെ സ്കിന്റെ എലാസ്റ്റിറ്റിനെയും വെള്ളം നിലനിർത്താൻ, ഹൈഡ്രേഷൻ നിലനിർത്താനും ഉറപ്പിനും സ്കിന്റെ അതിന്റെ നല്ല സ്മൂത്ത്നെസ് കിട്ടാനും ഒക്കെ ഈ വെജ് കൊളാജൻ പെപ്റ്റൈഡ്സ് സഹായിക്കുന്നത്. ഗ്ലൂട്ടാതയോൺ ഇതൊരു ബെറ്റർ ആന്റി ഓക്സിഡന്റ് ആണ്. മാർക്കറ്റിൽ കിട്ടുന്ന ബെറ്റർ ആന്റി ഓക്സിഡന്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റൻ ആക്കി തരും. നമ്മുടെ പിഗ്മെന്റേഷൻ ഇത് വരുന്ന പിഗ്മെന്റേഷൻ വരുന്നത് കംപ്ലീറ്റ് മറുകണ്ടാകുന്ന കംപ്ലീറ്റ് സ്റ്റോപ്പായി കിട്ടും. ശരീരത്തിന് ടോക്സിൻസ് മുഴുവൻ ഒഴിവാക്കി തരും. അപ്പൊ അങ്ങനെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റും. പിന്നെ റെസ്വറട്രോൾ, ഇത് പ്ലാന്റ് ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് കൊളാജൻ പ്രൊഡക്ഷൻ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ് റെസ്വറട്രോൾ.
ഇത് നമ്മുടെ റിങ്കിൾസ് കുറയുന്നു, നമ്മുടെ സർക്കുലേഷൻ നന്നാകുന്നുണ്ട്, നല്ല ഗ്ലോ, ശരീരത്തിന് നല്ല ഭംഗി ഉണ്ടാക്കാൻ സഹായിക്കുന്നു. വിറ്റമിൻ സി പറയേണ്ട ആവശ്യമില്ല. ഇത് കൊളാജന്റെ സിന്തസിസിന് ഏറ്റവും ആവശ്യമാണ്. അൾട്രാവയലറ്റ് ഡാമേജ് ഉണ്ടാകുന്നതിനെ കംപ്ലീറ്റ് അവൻ തടഞ്ഞോളൂ. സ്കിന്നിന്റെ റേഡിയൻസ് കൂട്ടുന്നു, പ്രതിരോധശക്തി ബെറ്ററാക്കി തരുന്നു. പിന്നെ വിറ്റമിൻ ഇ, ഇത് നമ്മൾക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു. സ്കിന്ന് നല്ല നല്ല എലാസ്റ്റിസിറ്റി ലഭിക്കുന്നു. വിറ്റമിൻ സി ചേർത്ത് പ്രവർത്തിക്കുന്നുണ്ട്, നമുക്ക് ശരീരത്തിനകത്ത് നീർക്കെട്ട് ഉണ്ടാകാതെ സംരക്ഷിക്കുന്നു. ഫാക്ടോ ഒളിഗോ സാക്കറൈഡ്സ് FOS ഇതുള്ളത് പ്രീബയോട്ടിക് ഫൈബറാണ്. അത് കുടലിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു, ഗട്ട് ഹെൽത്ത് സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ന്യൂട്രിയൻസിന് ഭക്ഷണസാധനങ്ങളും വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. സ്കിന്നിന് പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ കൊടുക്കുന്നു, ജലാംശം നിലനിർത്തുന്നു. അങ്ങനെ ശരീരത്തിന്റെ മെറ്റാബോളിസം നിലനിർത്താൻ ഈ പ്രൊഡക്റ്റ് സഹായിക്കുന്നു. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇതിന്റെ വെജ് കൊളാജന്റെ മിക്സ് പൗഡറിന്റെ യൂസ് പറയുന്ന ഒരു സ്കൂപ്പ് അതിന് 10 ഗ്രാം 300 ml വെള്ളത്തിൽ ചേർത്ത് ഉപയോഗിക്കുക. ഒരു സ്കൂപ്പ്, അതായത് 10 ഗ്രാം 300 ml വെള്ളത്തിൽ വെജ് കൊളാജൻ എടുത്തിട്ട് 300 ml വെള്ളത്തിൽ ചേർത്ത് കഴിക്കുക. ശരിക്കും ഡിസോൾവ് ചെയ്യണം, ശരിക്കും ഇളക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു ദിവസം ഒരു സെർവിങ് മതി. ഓറഞ്ച് ഫ്ലേവറിലാണ് കിട്ടുന്നത്. ഇതിന്റെ MRP വരുന്നത് 4350 രൂപയാണ്. DP പ്രൈസ് വരുന്നത് 3263 അതിന്റെ PV വരുന്നത് 60.43 PV ആണ്. ഇന്ന് നമുക്ക് പങ്കെടുത്ത എല്ലാവരും ഞാൻ ഈ ഒരു സെഷനിലേക്ക് ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാവരും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ശരിക്കും മനസ്സിലാക്കുക, ഈ ഇൻഡസ്ട്രിയിൽ ഒരു വിപ്ലവകരമായ ഒരു മൂവ്മെന്റ് ആണ് ഇപ്പൊ നടക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങള് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. നമ്മളിത് ഏറ്റവും പെട്ടെന്ന് പഠിച്ചെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ അറിവ് ഇനിയുമുണ്ട്. നമുക്ക് 9 പ്രൊഡക്റ്റ് നമുക്കെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ദിവസം 2 പ്രൊഡക്റ്റ് പഠിക്കുക. ആ 2 പ്രൊഡക്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവുക. ഇത് ഇന്ത്യൻ മാർക്കറ്റില് വലിയൊരു തിരിച്ചറിവ് ആക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. മാത്രമല്ല, ഇതുകൊണ്ട് നമുക്ക് ബിസിനസിനകത്തും വലിയൊരു ജമ്പ് വരാൻ പോവാണ്. എല്ലാവരും തയ്യാറെടുക്കുക. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസ നേരുകയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.